ആദ്യത്തെ അയൺ ബീം സാങ്കേതികവിദ്യ IDF-ന് കൈമാറി ഇസ്രായേൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്. അയൺ ബീം സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായി ചേർന്നിരിക്കുന്നത്. റഫേൽ ഡിഫൻസ് ഫെസിലിറ്റീസ് വികസിപ്പിച്ചെടുത്ത ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും അത്യാധുനിക കണ്ടുപിടുത്തമായ അയൺ ബീം സാങ്കേതികവിദ്യ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് കൈമാറിയത്. ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളുടെ റോക്കറ്റുകളെ, മോർട്ടാറുകളെ, ഷെല്ലുകളെ, അതുപോലെ തന്നെ മിസൈലുകളെയൊക്കെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം. 2014 മുതൽ ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പല ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയായെങ്കിലും അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമായി അംഗീകരിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. 2025 ഡിസംബർ 1 തന്നെ ഈ വർഷം അയൺ ബീം സംവിധാനം ഇസ്രായേൽ സേനയുടെ ഭാഗമാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 28-ാം തീയതി ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അയൺ ബീം സാങ്കേതികവിദ്യ ഇറാന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കുന്നു. ഈ നിലവിലുള്ള അയൺ ഡോം സംവിധാനത്തിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടായിരിക്കില്ല അയൺ ബീം സാങ്കേതികവിദ്യ നടപ്പാക്കുക. അയൺ ഡോമിനൊപ്പം തന്നെ അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശക്തിക്ക് കരുത്തുകൂട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടായിരിക്കും അയൺ ബീം സാങ്കേതികവിദ്യയെ ഇസ്രായേൽ വിനിയോഗിക്കുക. നിലവിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്ത് തന്നെ ഏറ്റവും നിർണായകവുമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിന്റെ അയൺ ഡോം. അതായത് അയൺ ഡോമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർസെപ്റ്ററുകൾ, നൂറുകണക്കിന് ചെറു മിസൈലുകൾ അടങ്ങിയതാണ് ഈ ഇൻ്റർസെപ്റ്ററുകൾ. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇസ്രായേലിൻ്റെ വ്യോമ പരിധിയിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആയുധം ഇസ്രായേലിൻ്റെ വ്യോമപരിധി കടക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോമുമായി ബന്ധപ്പെട്ടുള്ള റഡാറുകൾ ആ ശത്രു ആയുധത്തെ കൃത്യമായി തിരിച്ചറിയുകയും ആ ആയുധത്തെ ആകാശത്ത് വെച്ച് വ്യോമപരിധിക്ക് പുറത്തു വെച്ച് തകർക്കാൻ വേണ്ടി ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ അയക്കുകയും ചെയ്യും. ഇത് ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ഇങ്ങനെ ഇസ്രായേലിന് നേരെ വന്ന ഏകദേശം 10,000-ഓളം വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ഒക്കെ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹൂതികളിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഹമാസിൽ നിന്ന്, ഹിസ്ബുള്ളയിൽ നിന്ന്, സിറിയയിലെ ഭീകര സംഘടനകളിൽ നിന്നൊക്കെ നിരന്തരമായി ഇസ്രായേൽ വ്യോമപരിധികളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും, എന്തിനേറെ പറയുന്നു ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും അടക്കം തൊടുത്തുവിടാറുണ്ട്, അവ എത്താറുണ്ട്. എന്നാൽ ഈ മുഴുവൻ ആയുധങ്ങളെയും ആകാശത്തിന് പുറത്തു വച്ച്, വ്യോമ പ്രതിരോധത്തിന് പുറത്തു വച്ച് നിഷ്കരുണമില്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ശക്തിയായിരുന്നു. അപൂർവം മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ പതിച്ചത്. അത് 1-2 എണ്ണം മാത്രമായിരുന്നു. അപ്പോൾ അത്രത്തോളം കരുത്തുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. ഇതുകൂടാതെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ THAAD ബാറ്ററി സിസ്റ്റം കൂടി ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക നൽകി. 2 THAAD ബാറ്ററി സിസ്റ്റമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറിയത്. അതും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്ത് 10 മടങ്ങാക്കി. ഇപ്പോൾ മറ്റെല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ പരീക്ഷിച്ചിരിക്കുന്നു. അയൺ ഡോമിൻ്റെ ഏറ്റവും ആധുനികമായ പതിപ്പാണ് അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം. അയൺ ഡോമിൽ ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ് ശത്രുവിൻ്റെ മിസൈലുകളെയും റോക്കറ്റുകളെയും തകർക്കുന്നതെങ്കിൽ അയൺ ബീമിൽ എത്തുമ്പോഴാകട്ടെ ലേസർ രശ്മികളാണ് ശത്രുവിൻ്റെ റോക്കറ്റുകളെയും മിസൈലുകളെയും മോർട്ടാറുകളെയും തകർക്കുന്നത്. ഏറ്റവും അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യ. സൂര്യപ്രകാശത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലേസർ രശ്മികൾ പ്രത്യേക ഉപകരണത്തിലൂടെ കടത്തിവിട്ട് ആ ലേസർ രശ്മികൾ ആയുധമാക്കി മാറ്റി ആ ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയൺ ബീം സംവിധാനം ശത്രുവിൻ്റെ റോക്കറ്റുകളെയും മിസൈലുകളെയും ഒക്കെ തകർക്കുന്നത്. ഏറ്റവും ആധുനികമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. ചിലവ് കുറഞ്ഞതാണ്, അതിനേക്കാൾ ഉപരി ഏറ്റവും കൃത്യമാർന്ന ഒന്നാണ്.
അപ്പോൾ ശത്രുവിൻ്റെ ഏത് ആക്രമണം, ശത്രുവിൻ്റെ എത്ര പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റുകളാകട്ടെ, മിസൈലുകളാകട്ടെ, ഇനി ഹൈപ്പർസോണിക് മിസൈലുകളാകട്ടെ, എന്ത് സംവിധാനങ്ങളാണെങ്കിലും, ബാലിസ്റ്റിക് മിസൈലുകളാകട്ടെ, എന്ത് സംവിധാനങ്ങളെയാണെങ്കിലും തങ്ങളുടെ വ്യോമപരിധിക്ക് പുറത്തു വെച്ച് തകർക്കാൻ, ലേസർ രശ്മികളിലൂടെ തകർക്കാൻ അയൺ ബീമിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ മേന്മ. അയൺ ഡോമിന് പകരമായി അയൺ ബീം സാങ്കേതിക വിദ്യ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം. 2025 ഡിസംബർ 1 തന്നെ ഈ വർഷം അയൺ ബീം സംവിധാനം ഇസ്രായേൽ സേനയുടെ ഭാഗമാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 28-ാം തീയതി ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അയൺ ബീം സാങ്കേതിക വിദ്യ ഇറാന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കുന്നു. നിലവിലുള്ള അയൺ ഡോം സംവിധാനത്തിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടായിരിക്കില്ല അയൺ ബീം സാങ്കേതിക വിദ്യ നടപ്പാക്കുക. അയൺ ഡോമിനൊപ്പം തന്നെ അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ ശക്തിക്ക് കരുത്തു കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടായിരിക്കും അയൺ ബീം സാങ്കേതിക വിദ്യയെ ഇസ്രായേൽ വിനിയോഗിക്കുക. നിലവിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്ത് തന്നെ ഏറ്റവും നിർണായകവുമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം. അതായത് അയൺ ഡോമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർസെപ്റ്ററുകൾ, നൂറുകണക്കിന് ചെറു മിസൈലുകൾ അടങ്ങിയതാണ് ഈ ഇൻ്റർസെപ്റ്ററുകൾ. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇസ്രായേലിൻ്റെ വ്യോമപരിധിയിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആയുധം ഇസ്രായേലിൻ്റെ വ്യോമപരിധി കടക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോമുമായി ബന്ധപ്പെട്ടുള്ള റഡാറുകൾ ആ ശത്രു ആയുധത്തെ കൃത്യമായി തിരിച്ചറിയുകയും ആ ആയുധത്തെ ആകാശത്ത് വെച്ച് വ്യോമപരിധിക്ക് പുറത്തു വെച്ച് തകർക്കാൻ വേണ്ടി ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ അയക്കുകയും ചെയ്യും. ഇത് ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ഇങ്ങനെ ഇസ്രായേലിന് നേരെ വന്ന ഏകദേശം 10,000-ഓളം വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ഒക്കെ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹൂതികളിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഹമാസിൽ നിന്ന്, ഹിസ്ബുള്ളയിൽ നിന്ന്, സിറിയയിലെ ഭീകര സംഘടനകളിൽ നിന്നൊക്കെ നിരന്തരമായി ഇസ്രായേൽ വ്യോമപരിധികളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും, എന്തിനേറെ പറയുന്നു ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും അടക്കം തൊടുത്തുവിടാറുണ്ട്, അവ എത്താറുണ്ട്. എന്നാൽ ഈ മുഴുവൻ ആയുധങ്ങളെയും ആകാശത്തിന് പുറത്തു വച്ച്, വ്യോമപ്രതിരോധത്തിന് പുറത്തു വച്ച് നിഷ്കരുണമില്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ശക്തിയായിരുന്നു. അപൂർവം മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ പതിച്ചത്.